അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SKSSF സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമ്പൂർണ്ണ ആരോഗ്യം സാമൂഹ്യ സുസ്ഥിതി എന്ന വിഷയത്തിന്റെ ഭാഗമായി KICR-ൽ നടക്കാൻ പോകുന്ന മെഡിക്കൽ ലെക്ചർ സീരീസിന്റെ ആദ്യ ഭാഗമായി സ്ട്രെസ് ആൻഡ് ഇസ്ലാമിക് സൈക്കോളജി എന്ന വിഷയത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ്, അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്, കേരളത്തിലെ ഏക സൈക്കോ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നതും അദ്ദേഹമാണ്. അദ്ദേഹത്തെ ആദരപൂർവം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. صدق الله العلي العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലിരുന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് സ്ട്രെസ്, ടെൻഷൻ, അതിനുള്ള ഇസ്ലാമിക അതോടൊപ്പം ശാസ്ത്രീയമായ പരിഹാരങ്ങളും കാര്യങ്ങളുമാണ് ഇന്ന് അല്പനേരം ഞാൻ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത മറ്റ് ക്ലാസ്സുകളിലൊക്കെ മറ്റാരോഗ്യപരമായ വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് കൈകാര്യം ചെയ്യാം. ഇന്ന് വർത്തമാന ലോകം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുമൊക്കെ നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് കേരളത്തിനപ്പുറം വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പലവിധ പ്രയാസങ്ങളും അനുദിനം നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു കുട്ടി ജനിച്ചു വീഴുന്നത് മുതൽ അവരുടെ പ്രയാസങ്ങളും ടെൻഷനും തുടങ്ങുകയാണ്. സ്കൂളിലേക്ക് LKG ക്ലാസ്സുകളിലേക്ക് കാലെടുത്ത് വെക്കുന്നതോടുകൂടി അവർക്ക് താങ്ങാൻ പറ്റാത്ത വലിയ ഒരു ഭാണ്ഡക്കെട്ടുമായി നമ്മുടെ കുട്ടികൾ കലാലയങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അവിടെ തുടങ്ങുന്നു അവരുടെ ടെൻഷന്റെയും പ്രയാസങ്ങളുടെയും ഒക്കെ ആദ്യ കാൽവെപ്പുകൾ. പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ ഈ വലിയ പുസ്തകത്തിന്റെ ഭാണ്ഡക്കെട്ടുകളൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകും ഭാവിയിൽ ഇവരൊക്കെ വല്ല ചുമട്ടുതൊഴിലാളികളാവാൻ വേണ്ടിയാണോ പോകുന്നതെന്ന്. അത്രക്ക് വലിയ വലിയ ഭാണ്ഡങ്ങളുമായി നമ്മുടെ മക്കൾ മുമ്പോട്ട് പോവുകയാണ്. വളർന്നു വലുതാകും തോറും പ്രയാസങ്ങൾ കൂടുന്നു. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ പ്രയാസങ്ങളും ടെൻഷനും വീണ്ടും കൂടുകയാണ്. പഠനം കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടിയുള്ള ടെൻഷൻ, ജോലി കിട്ടി വിവാഹം ഉറപ്പിക്കുമ്പോൾ അതിന്റെ ടെൻഷൻ, വിവാഹം കഴിഞ്ഞാൽ പരസ്പരം ഒത്തുപോവാതെ പ്രയാസങ്ങളും പരസ്പര കലഹങ്ങളുമായി പ്രയാസങ്ങൾ, കുട്ടികളാകുമ്പോൾ
കുട്ടികളുടെ ടെൻഷൻ, അവയെ വളർത്തേണ്ട ടെൻഷൻ, വലുതായി കഴിഞ്ഞാൽ അവരുടെ വിവാഹം ചെയ്തയക്കേണ്ട പ്രയാസങ്ങൾ, ഇങ്ങനെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും മനുഷ്യൻ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ജോലി സ്ഥലത്ത് ജോലിയുടേതായ പ്രയാസങ്ങൾ, രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഇന്ന് മന്ത്രി നാളെ മന്ത്രിയാകുമോ, ഇന്നുള്ള അധികാരങ്ങൾ നാളെ കയ്യിലുണ്ടാകുമോ, ഇന്നത്തെ നേതാവ് നാളെ നേതാവാകുമോ തുടങ്ങിയ പ്രയാസങ്ങൾ അവിടെ. നമ്മുടെ മതരംഗത്ത് പോലും ഇന്ന് ടെൻഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സർവത്ര പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ലോകത്ത് പ്രയാസങ്ങളും ടെൻഷനുമില്ലാതെ ഒരാളും ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടില്ല. ഏത് വലിയ മഹാരാജാവ് എടുത്ത് പരിശോധിച്ചാലും അദ്ദേഹത്തിനും ഒന്നുകിൽ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള യുദ്ധങ്ങളോ അറ്റാക്സോ ഒക്കെ വന്ന് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെയും അച്ഛനോ അമ്മയോ മരണപ്പെട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിനും ശാരീരികമായ അവശതകൾ അനുഭവിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത ഒരു സമൂഹം ലോകത്തൊരു മനുഷ്യനും കഴിഞ്ഞു പോയിട്ടില്ല. അതേപോലെ തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നീങ്ങിയാലും നമുക്ക് പ്രയാസങ്ങളില്ലാതെ ദുഃഖങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവുമില്ല. മുമ്പൊക്കെ നമ്മുടെ ഋഷിമാരും മുനിമാരും ഹിമാലയത്തിന്റെ ഗിരിശൃംഗങ്ങൾക്ക് വേണ്ടി യാത്ര തിരിക്കാറുണ്ടായിരുന്നു. ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളിൽ തണുത്ത കാലാവസ്ഥയിൽ അല്പം സ്വസ്ഥമായിരുന്ന് ധ്യാന നിമഗ്നരായിരിക്കാൻ വേണ്ടി അവര് ഹിമാലയത്തിന്റെ ഗിരിശൃംഗങ്ങൾ തേടി യാത്ര ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവിടെ പോലും സ്വസ്ഥമായിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്ത്യ പാക് ബോർഡറിൽ വെടിയൊച്ചകളും മിസൈലിന്റെ ശബ്ദങ്ങളും കേട്ട് നമുക്ക് സമാധാനത്തോടെ ഇരിക്കാനുള്ള അവസരം അവിടെയില്ല. അപ്പൊ ഇന്നത്തെ ലോകത്ത് ജീവിക്കണമോ ടെൻഷന്റെയും പ്രയാസങ്ങളുടെയും മധ്യേ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയൂ. അതല്ലാതെ ടെൻഷനും പ്രയാസവുമില്ലാതെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളുമില്ലാത്ത ഒരു ലോകത്ത് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഈ പ്രയാസങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ടെൻഷൻ കൊണ്ട് എന്താണ് നമുക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ? അല്പം ടെൻഷൻ ഉണ്ടായതുകൊണ്ട് എന്താണ് എന്ന് ചോദിക്കാൻ ചില സുഹൃത്തുക്കളെങ്കിലും ചോദിച്ചേക്കാം. അല്പം വിഷമിച്ചുകൊണ്ട് എന്താണ് പ്രയാസം? വൈദ്യശാസ്ത്രപരമായി നാം വിലയിരുത്തുമ്പോൾ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ രണ്ട് തരം നാഡീവ്യൂഹങ്ങളുണ്ട്. അതിനൊന്ന് സിമ്പതറ്റിക് സിസ്റ്റം എന്നും രണ്ടാമത്തത് പാരാസിമ്പതറ്റിക് നാഡീവ്യൂഹം എന്നും പറയാറുണ്ട്. നമുക്കറിയാം, നമ്മൾ ആരെങ്കിലും ഒരാള് ഒരു വലിയ സിംഹത്തിന്റെ മുമ്പിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന മാനസികാവസ്ഥ എന്താണ്? ആ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഒന്നുകിൽ നമുക്ക് ഓടിയൊളിക്കണം, അതല്ലെങ്കിൽ സിംഹവുമായി ഏറ്റുമുട്ടണം. രണ്ടാണെങ്കിലും ശരി, ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് നമുക്ക് സൃഷ്ടിക്കുക. അങ്ങനെ നാം സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ശരീരം വളരെ കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ ഹൃദയം കൂടുതലായിട്ട് വർക്ക് ചെയ്യുകയും നമ്മുടെ പൾസ് റേറ്റ് കൂടുകയും നമ്മുടെ ശ്വാസോച്ഛ്വാസം കൂടുകയും നമ്മുടെ മസിലുകളൊക്കെ കർമ്മനിരതമാവുകയും ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ ഓടിയൊളിക്കും. അതോടൊപ്പം നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും കൊളസ്ട്രോളിന്റെ അളവ് കൂടുകയും എല്ലാം കൂടി നമ്മൾ വളരെ പെട്ടെന്ന് ഓടാൻ ശരീരത്തെ നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷൻ അഭിമുഖീകരിക്കുന്ന രീതിയിലേക്ക് ശരീരത്തെ മാറ്റുകയാണ് നമ്മുടെ ഈ നാഡി വ്യൂഹം ചെയ്യുന്നത്. അതേസമയം പാരാസിമ്പത്തറ്റിക് എന്ന് പറയുന്ന നാഡീവ്യൂഹം മനസ്സിനെ ശാന്തമാക്കുകയും
മനസ്സിന് ടെൻഷനില്ലാതെ ദുഃഖങ്ങളില്ലാത്ത നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശ്വാസകോശങ്ങളെയും മസിലുകളെയും ഒക്കെ ശാന്തമാക്കുന്ന നാഡീവ്യൂഹമാണ് പാരാസിമ്പതറ്റിക് സിസ്റ്റം. അപ്പോൾ നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ ആ ടെൻഷൻ നാം ഉള്ള സമയത്ത് ഈ സിംഹത്തിന് മുമ്പിൽ അകപ്പെട്ട നമ്മുടെ മാനസികാവസ്ഥ എന്താണോ ഇതേ അവസ്ഥയിലായിരിക്കും നമ്മളുണ്ടാവുക. പക്ഷെ ഒരിക്കലും നമുക്ക് ഈ ടെൻഷന്റെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കാൻ കഴിയില്ല. സിംഹത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെയോ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കുന്ന പോലെ പലപ്പോഴും നമുക്ക് ഈ ടെൻഷനിൽ നിന്ന് ഓടി ഒളിക്കാൻ കഴിയും. അസ്സലാമു അലൈക്കും ഡോക്ടർ, ഒരു എമർജൻസി കോൾ വന്നപ്പോൾ ഒന്ന് കട്ട് ചെയ്തതാണ്, വീണ്ടും തുടരുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആരോഗ്യപരമായി നമ്മൾ വീക്ഷിക്കുമ്പോൾ ടെൻഷനും സ്ട്രെസ്സുമുള്ളൊരു ജീവിതം ശാരീരികമായും മാനസികമായും നമ്മെ പൂർണ്ണമായിട്ട് അനാരോഗ്യവാന്മാരാക്കാൻ, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാനും നമ്മുടെ എല്ലാവിധ മനസമാധാനങ്ങളും നഷ്ടപ്പെടുത്താനും ഇടവരുത്തും. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഈ ലോകത്ത് മനസമാധാനത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുക? ഇതിന് ആധുനിക മനഃശാസ്ത്രവും അതേപോലെ തന്നെ വിശുദ്ധ ഇസ്ലാമും ഒരുപാട് പോം വഴികൾ നമുക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് വൈദ്യശാസ്ത്രം നമ്മുടെ മനസ്സിന് സമാധാനം നൽകാനും ടെൻഷൻ ഇല്ലാതിരിക്കാനും നമ്മോട് മൈൻഡ് ബോഡി മെഡിസിൻ എന്ന് പറയുന്ന ഒരു ശാഖ തന്നെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മനസ്സിന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും അകറ്റി നമ്മെ ആരോഗ്യവത്തായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പല നിർദ്ദേശങ്ങളും വൈദ്യശാസ്ത്രം ഇന്ന് നൽകുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഏരിയ മെഡിറ്റേഷൻ അഥവാ മനസ്സ് ഏതെങ്കിലും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മന്ത്രം ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിടുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. ഇത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് പഠനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മെഡിറ്റേഷനിലൂടെ മനസ്സിന്റെ ആരോഗ്യം കൂടുമെന്നും അതോടൊപ്പം ശരീരത്തിന്റെ ആരോഗ്യം കൂടുമെന്നും ഇന്ന് വൈദ്യശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുകയാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, കണ്ണടച്ച് ശാന്തമായി ഇരിക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു മന്ത്രം ആവർത്തിച്ചാവർത്തിച്ച് ഉച്ചരിക്കുന്നതിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിസിക്രില്ലാഹ് അലാ ബിസിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിച്ച മുഅ്മിനുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകളെ, വതത്മഇന്നു ഖുലൂബുഹും ബിസിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് ഹൃദയത്തിന് ശാന്തി ആർജിച്ച വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, അലാ ബിസിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് ദിക്ർ കൊണ്ട് നിങ്ങളുടെ മനസ്സിന് ശാന്തി ശാന്തി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. അപ്പോൾ മനസമാധാനമുണ്ടാവാനുള്ള വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് സ്മരണ കൊണ്ട് മനസ്സിന് ശാന്തി നൽകുമെന്ന് 1500 കൊല്ലങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. ഇന്ന് വൈദ്യശാസ്ത്രം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പഠനം നടത്തിക്കൊണ്ട് പറയുന്നു, മെഡിറ്റേഷൻ മനസ്സിന് ശാന്തി നൽകാനും ശരീരത്തിന്റെ ആരോഗ്യം കൂട്ടാനുമൊക്കെ മെഡിറ്റേഷൻ വളരെ നല്ലതാണ് എന്ന് ഇന്ന് വൈദ്യശാസ്ത്രം നമ്മോട് പറയുകയാണ്. പക്ഷെ ഈ ചിന്തകളൊക്കെ വളരെ അടുത്താണ് വൈദ്യശാസ്ത്രം ഈ രംഗത്തേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു 10, 15, 20 കൊല്ലം മുമ്പ് ഒരു ഡോക്ടറോട് ചോദിച്ചാൽ ഒരിക്കലും ഇത്തരം മെഡിറ്റേഷൻ കൊണ്ടോ മറ്റ് പ്രാർത്ഥന കൊണ്ടോ ഒന്നുമുള്ള ശരീരത്തിന്റെയോ മനസ്സിന്റെയോ ആരോഗ്യത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയുമായിരുന്നില്ല. പക്ഷെ ഇന്ന് വൈദ്യശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്
സയൻസിന്റെ പെൻഡുലം ആടിക്കൊണ്ടിരിക്കുന്നത് കൂടുതലായും മതകീയ ആത്മീയ ചിന്തകളിലേക്കാണ്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നതിനാണ് നാം അറബിയിൽ ദിക്ർ എന്ന് പറയുന്നത്. ഹുദൂറുൽ ഖൽബ് എന്ന് അറബിയിൽ പറയുന്നതും ഇത് തന്നെയാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. ഈ ദിക്ർ കൊണ്ട് മനസ്സിന് ശാന്തി, മനസ്സിന് സമാധാനം. അതിൽ തന്നെ വിശുദ്ധ ഖുർആൻ എടുത്തു പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആൻ ഒരു ദിക്റാണ് കാര്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്നതാണ്. അല്ലാഹുവും അവന്റെ മലായികത്തും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായ ജനകോടികളെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, സ്വല്ലു അലൈഹി, ആ പുണ്യ റസൂലിന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക, വസല്ലിമു തസ്ലീമ, നിങ്ങൾ സലാമും ചൊല്ലുക. സ്വലാത്തും സലാമും ചൊല്ലാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ഒരേ ഒരു ദിക്ർ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. അപ്പോ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ അള്ളാഹുവും അവന്റെ മലക്കുകളും ഒക്കെ സ്വലാത്ത് ചൊല്ലുന്ന ആ സ്വലാത്ത് നമ്മോട് ചൊല്ലാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ആജ്ഞാപിക്കുകയാണ്. ഈ സ്വലാത്തിലൂടെ അതുപോലെ മറ്റ് ദിക്റുകൾ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന ആയത്തിലും അള്ളാഹു നമ്മോട് പറയുന്ന സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, ഉന്നതനായ നിന്റെ റബ്ബിന്റെ ഇസ്മുകൾ കൊണ്ട് നീ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലണമെന്നാണ്. അതുപോലെ ഹദീസുകളിലൊക്കെ എടുത്ത് നമുക്ക് കാണാം ഒരുപാട് ദിക്റുകൾ. മറ്റൊരു മതത്തിലും ഇത്ര ദിക്റുകൾ കാണില്ല. ഇത്രയും മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ മറ്റൊരു മതവും പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന് തന്നെ 99 നാമങ്ങൾ. ആ നാമങ്ങൾ കൊണ്ട് ഇഷ്ടമുള്ള നാമങ്ങൾ വിളിക്കാൻ വേണ്ടി അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹദീസുകൾ എടുത്താൽ നമുക്കറിയാം ഒരുപാട് ദിക്റുകൾ. കലിമത്താനി ഖഫീഫത്താനി സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ഇങ്ങനെ തുടങ്ങി മീസാനിൽ ധാരാളം വെയിറ്റ് വരുന്ന, ഭാരം തൂങ്ങുന്നതും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതുമായ നാമങ്ങൾ വിശുദ്ധ ഹദീസ് പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ദിക്റിന്റെ പ്രാധാന്യത്തെപ്പറ്റി ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇതൊക്കെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ്. കാരണം ടെൻഷൻ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ദുഃഖങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു ലോകത്ത് ജീവിക്കാൻ മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യ ഈ പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കാനുള്ള ടെക്നിക്സ് അത് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ ടെൻഷനും പ്രയാസവും ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മനുഷ്യൻ അന്വേഷിച്ച് നടക്കുന്നത് ഇതര ദർശനങ്ങളെയാണ്. ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ പിന്നാലെ, മാതാ അമൃതാനന്ദമയ്യയുടെ പിന്നാലെ ഒക്കെ ജനങ്ങൾ പോകുമ്പോൾ ഇതിന് പരിഹാരമായി വിശുദ്ധ ഇസ്ലാം സമ്പൂർണമാണെങ്കിൽ ആ ഇസ്ലാമിൽ അതിനൊരു പരിഹാരമാർഗം വേണം. ആ മാർഗമാണ് വിശുദ്ധ ഇസ്ലാമി പഠിപ്പിക്കുന്നത്. ഞാനിപ്പോഴും ഓർത്തുപോകും, നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ പല ആളുകളും സ്ട്രെസ്സിനും ടെൻഷനും ഒന്നും ഒരു പരിഹാരവും ഇസ്ലാമിലില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എനിക്കറിയുന്ന ഒരു പ്രൊഫസർ മെഡിക്കൽ കോളേജിലുള്ള അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരുപാട് കാലമായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ എനിക്കൊരു മനസ്സമാധാനവും ലഭിച്ചില്ല. അവസാനം ഞാൻ ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിങ്ങിൽ പോയ ശേഷമാണ് എന്താണ് മനസ്സമാധാനം എന്ന് ഞാൻ അനുഭവിച്ചത് എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇത്രകാലം നിസ്കരിച്ചിട്ടും അതുപോലെ ദിക്റും മറ്റൊന്നും ചൊല്ലിയിട്ട് മനസ്സമാധാനം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് കാര്യമായ എവിടെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്ന് ഇതൊക്കെ വളരെ പഴഞ്ചനാണ് എന്നൊരു ധാരണ നമ്മിൽ പല ആളുകളിലും വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും മോഡേണാണ് ഈ ചിന്തകളൊക്കെ. ഇന്ന് വൈദ്യശാസ്ത്രത്തിന്റെ ആധുനിക പഠനങ്ങൾ ഇത്തരം ചിന്തകളാണ് ഏറ്റവും മോഡേൺ എന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ വിശുദ്ധ ഇസ്ലാമിന്റെ മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കും. നമ്മുടെ നിസ്കാരം തന്നെ ഒരു ചെറിയ ചർച്ചയ്ക്ക് നാം വിധേയമാക്കുകയാണെങ്കിൽ ഇന്ന് മറ്റ് ആർട്ട് ഓഫ് ലിവിങ്ങും അതുപോലെ മറ്റു യോഗയും ഒക്കെ ചെയ്യുന്നത് എന്താ? അതിലൊക്കെ കാര്യമായിട്ട് കുറച്ച് മെഡിറ്റേഷൻ, കുറച്ച് ബ്രീത്തിങ് എക്സസൈസുകൾ, അതുപോലെ കുറച്ച് ഇത്തരം യോഗാസനത്തിലുള്ള കുറച്ച് ക്രിയകൾ, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ നിസ്കാരം എടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ, എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്.
നാം ഒരേ ബിന്ദുവിൽ, സുജൂദിന്റെ ബിന്ദുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ നമുക്ക് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഒരേ ബിന്ദുവിലാണ് നമ്മുടെ ശ്രദ്ധ. അതോടൊപ്പം തന്നെ ആ ബിന്ദുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരേ മന്ത്രം നമ്മൾ ആവർത്തിച്ച് ഉരുവിടുന്നുണ്ട്. സുബ്ഹാൻ റബ്ബിയൽ അളീമി വബിഹംദിഹി, സുബ്ഹാൻ റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്ന വാക്കുകൾ നാം ആവർത്തിച്ച് ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് 3 മുതൽ 11 പ്രാവശ്യം വരെ നമുക്ക് ചെല്ലാം. ഒരേ മന്ത്രം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് തന്നെയാണ് മെഡിറ്റേഷൻ. അതോടൊപ്പം തന്നെ ആ നിസ്കാരത്തിൽ യോഗാസനത്തിന്റെ വ്യത്യസ്തമായ പൊസിഷൻസും അതിലുണ്ട്. ഈ അടുത്ത് മസാച്യൂസെറ്റ്സ് യൂണിവേഴ്സിറ്റി നടത്തിയൊരു പഠനത്തിൽ അവർ യോഗാസനത്തെ പറ്റി പഠിച്ച ശേഷം അവർ പറയുന്നു, ഒരു മനുഷ്യൻ ആരോഗ്യവാനായി മുന്നോട്ട് നീങ്ങണമെങ്കിൽ യോഗയിലെ ഒരു 6-7 പൊസിഷൻസ് മാത്രമേ അത്യാവശ്യമായുള്ളൂ. ആ 6-7 പൊസിഷൻസ് അധികവും നമ്മുടെ നിസ്കാരത്തിലുള്ള സുജൂദും റുക്കൂഉം അത്തഹിയാത്തും ഒക്കെയാണ്. ആരോഗ്യത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ നാം ചെയ്യേണ്ട യോഗാസനത്തിൽ അടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ നിസ്കാരത്തിന്റെ പൊസിഷനാണ് എന്നത് നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിസ്കാരത്തിൽ നമുക്ക് പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥന ഇന്ന് വളരെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഈ നിസ്കാരമെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. യോഗയുടെ പൊസിഷൻസ്, പ്രാർത്ഥന, അതുപോലെ മെഡിറ്റേഷൻ എല്ലാം അടങ്ങിയ ഒരു അമലാണ് യഥാർത്ഥത്തിൽ നിസ്കാരം. അതാണ് ഒരിക്കൽ സ്വഹാബി വന്നുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അയ്യുൽ അഅ്മാലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും ഉത്തമമായ അമൽ ഏതാണ് പുണ്യ റസൂലേ എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകുന്നത് അസ്സലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കലാണ് എന്ന്. അപ്പോ ഈ നിസ്കാരം യഥാർത്ഥത്തിൽ അതിന്റെ മാനസികമായ ആത്മീയമായ തലങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അതിന് ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ശരി, നമ്മുടെ ഒരു ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് നാം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് സംവിധാനിച്ചതാണ്. അതിന്റെ ടൈമിംഗ് വരെ വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ വിഷമങ്ങൾ വരും. ആ സമയത്ത് നിസ്കാരം അടുത്തടുത്താണ്. അതേസമയം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു വലിയ സുദീർഘമായ ഇന്റർവൽ അവിടെയുണ്ട്. പക്ഷേ നമുക്ക് കൂടുതൽ പ്രയാസം വരുന്ന സമയത്ത് അവിടെയാണ് നിസ്കാരങ്ങൾ അടുത്തടുത്ത് വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ടെൻഷനും പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇബാദത്തുകളൊക്കെ സമ്മാനിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ പ്രാർത്ഥനകളെ പറ്റി ഞാൻ പറഞ്ഞു. പ്രാർത്ഥനകളെ പറ്റി ഒരുപാട് പഠനങ്ങൾ ഇന്ന് ലോകതലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ഒരു പഠനം യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്നൊരു പഠനത്തിൽ രക്താർബുദ രോഗികളെ പിടിച്ച് അവർ പഠനം നടത്തി. 18 ആളുകളെ 2 ഗ്രൂപ്പാക്കി. ഒരു വിഭാഗത്തിന് പ്രാർത്ഥന നൽകുകയും മറ്റൊരു വിഭാഗത്തെ വെറുതെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോൾ ഈ പ്രാർത്ഥിച്ച വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ഗ്രൂപ്പ് ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോഴും ആരോഗ്യത്തോടെ ജീവിച്ചു എന്നും പ്രാർത്ഥിക്കാത്ത വിഭാഗത്തിൽ വലിയൊരു വിഭാഗം 5 കൊല്ലത്തിനിടക്ക് മരിച്ചുപോയി എന്നുമായിരുന്നു പഠനങ്ങൾ സൂചിപ്പിച്ചിരുന്നത്. അപ്പൊ ഈ പ്രാർത്ഥന, അതിൽ തന്നെയും അള്ളാഹുവിലേക്ക് പൂർണ്ണ മനസ്സോടുകൂടിയുള്ള പ്രാർത്ഥന, ഡിവോഷണൽ പ്രയർ എന്ന് പറയുന്ന പൂർണ്ണമായും അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യപരമായ പരിരക്ഷ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു യൂറോപ്യൻ രാജ്യത്ത് നടത്തിയ പഠനത്തിൽ 3 ഗ്രൂപ്പാക്കി സ്കൂൾ കുട്ടികളെ തിരിച്ചു. ഒരു ഗ്രൂപ്പിന് ഈ രീതിയിലുള്ള ഡിവോഷണൽ പ്രയർ, അതായത് ഇഹ്സാൻ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാൻ മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതാണ്. നീ അള്ളാഹുവിനെ കാണുന്നു എന്ന പോലെ ഇബാദത്തെടുക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രീതിയിൽ പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഇബാദത്ത്, പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനക്കാണ് ആരോഗ്യപരമായ ഏറ്റവും വലിയ പരിരക്ഷയുള്ളത് എന്ന് ഈ പഠനം 3 ഗ്രൂപ്പാക്കി കുട്ടികളെ തിരിക്കുകയും അതിലൊരു ഗ്രൂപ്പിന് ഇതേപോലെ പൂർണ്ണമായും അള്ളാഹു ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ഡിവോഷണൽ പ്രയർ നൽകുകയും മറ്റൊരു ഗ്രൂപ്പിന് സാധാരണ രീതിയിൽ വെറുതെ അവർ മാനസികമായി അവരെ വല്ലാതെ ഉൾക്കൊള്ളാത്ത രീതിയിലുള്ള പ്രാർത്ഥനയും, 3ാമത്തെ ഗ്രൂപ്പിന് ഒരു പ്രാർത്ഥനയും നൽകാതെ വിടുകയും ചെയ്തു. എന്നിട്ട് ഈ 3 ഗ്രൂപ്പിനെയും പഠനം നടത്തി നിരീക്ഷിച്ചതിൽ നിന്നും പ്രാർത്ഥനകൾ അത് ഡിവോഷണൽ ആയിട്ട് പൂർണ്ണമായും ഇഹ്സാനോടുകൂടി പ്രാർത്ഥിച്ച ആ വിഭാഗമാണ്
ആരോഗ്യപരമായി ഏറ്റവും നല്ല അവസ്ഥയിലെത്തിയതെന്നും മറ്റ് രണ്ട് ഗ്രൂപ്പും ആരോഗ്യപരമായ ഒരു പരിരക്ഷയും അവർക്ക് ലഭിച്ചില്ല എന്നുമാണ് ആ പഠനങ്ങൾ സൂചിപ്പിച്ചത്. മാത്രവുമല്ല, വേറൊരു പഠനത്തിൽ ചില ഗ്രൂപ്പുകളാക്കി ഒരു വിഭാഗത്തിന് അവർ പ്രാർത്ഥിക്കുകയും മറ്റൊരു വിഭാഗത്തിന് മറ്റു ചില ഗ്രൂപ്പുകൾ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പും ആരോഗ്യപരമായി വളരെ മെച്ചപ്പെട്ടു എന്ന്. അപ്പോൾ ഈ പ്രാർത്ഥനകൾ നമ്മുടെ പ്രാർത്ഥന മാത്രമല്ല, മറ്റാളുകൾ വരെ നമുക്ക് പ്രാർത്ഥിച്ചാൽ പോലും അതിന് ആരോഗ്യപരമായ മെച്ചമുണ്ട് എന്ന് ഇന്ന് വൈദ്യശാസ്ത്രം സൂചിപ്പിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് നമുക്കൊരു ടെൻഷൻ വന്നാൽ, നമുക്കൊരു പ്രയാസം വന്നാൽ, ഈ പ്രയാസം പരിഹരിക്കാൻ മനഃശാസ്ത്രം ഇന്ന് പഠിപ്പിക്കുന്നത് ഒന്ന്, നമ്മുടെ ടെൻഷൻ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. നമുക്കൊരു പ്രയാസമുണ്ടെങ്കിൽ, നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുമായി, നമ്മുടെ ഉപ്പയുമായി, ഉമ്മയുമായി, ഭാര്യയുമായി, മക്കളുമായി പങ്കുവെക്കുമ്പോൾ നമുക്ക് ആ പ്രയാസങ്ങൾ വലിയൊരു പരിധിവരെ നമുക്ക് കുറക്കാൻ കഴിയും. ഷെയറിംഗ് വിൽ ഹാവ് ദ ടെൻഷൻ എന്നാണ്. നാം ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ടെൻഷൻ പകുതിയാവുന്നു. അപ്പൊ ഇങ്ങനെ പങ്കുവെക്കുന്ന ഈ സ്വഭാവം നമ്മുടെ പ്രയാസങ്ങൾ കുറക്കും. അതേപോലെ തന്നെ ഒരു പ്രയാസം വരുമ്പോൾ നാം പൊട്ടി കരയുക. അങ്ങനെ മനസ്സിൽ ഘനീഭവിച്ചിരിക്കുന്ന ദുഃഖം കണ്ണുനീർ കണങ്ങളെപ്പോലെ ഒഴുകി ഒഴുകി മനസ്സിന്റെ പ്രയാസങ്ങൾ കുറയുകയും നമ്മുടെ ടെൻഷൻ കുറഞ്ഞു വരികയും ചെയ്യും. അപ്പൊ ഇവിടെ ദുആ എന്താണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇരു കരങ്ങളും നമ്മൾ അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് നാം അല്ലാഹുവിന് കൈകൾ ഉയർത്തിക്കൊണ്ട് നാം പ്രാർത്ഥിക്കുകയാണ്. ഏതാണ് ഈ അല്ലാഹു? ആ അല്ലാഹു നമ്മുടെ തൊട്ട് ചാരത്തുള്ള നമ്മുടെ കൂട്ടുകാരനാണ്. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ. എന്റെ അടിമ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ, പുണ്യ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു അറാബി വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് ചോദിക്കുന്നു, യാ മുഹമ്മദ്, ഞാൻ എങ്ങനെയാണ് അല്ലാഹുവിനെ വിളിക്കേണ്ടത്? അല്ലാഹു അടുത്താണോ അതോ അകലെയാണോ? ഞാൻ അത്യുച്ചത്തിൽ വിളിക്കണമോ പതുക്കെ വിളിക്കണമോ? മെല്ലെ വിളിച്ചാൽ അല്ലാഹു കേൾക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറക്കി കൊടുക്കുന്നു, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ജീബു ദഅവത ദാഇ ഇദാ ദആൻ. എന്റെ അടിമ വന്നുകൊണ്ട് എന്നെപ്പറ്റി നബിയെ അങ്ങോട്ട് ചോദിച്ചാൽ അവനോട് പറഞ്ഞേക്ക്, ഞാൻ അവന്റെ തൊട്ട് ചാരത്ത് തന്നെ ഞാനുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ. അവൻ എന്നെ വിളിച്ചാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. അപ്പൊ ഇങ്ങനെ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ചാരത്ത് തന്നെയുള്ള നമ്മുടെ കൂട്ടുകാരനായ അള്ളാഹുവോട്, ആ അള്ളാഹുവോടാണ് ദുആ ചെയ്യുമ്പോൾ നാം നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത്. അതും പാതിരാവിലെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇരുഹസ്തങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീറുതിർന്നു വീണുകൊണ്ട് നാം നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പങ്കുവെക്കുമ്പോൾ മനസ്സിൽ ഘനീഭവിച്ചിട്ടുള്ള മുഴുവൻ ദുഃഖങ്ങളും അവിടെ ഇല്ലാതാകുന്നു. അതോടൊപ്പം നാം പങ്കുവെക്കുന്നത് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ജഗനിയന്താവായ അള്ളാഹുവോടാണ്. എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹു, നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കാൻ കഴിവുള്ള അള്ളാഹുവുമായാണ് നാം പങ്കുവെക്കുന്നത്. അങ്ങനെ നാം പങ്കുവെക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അവിടെ ഇല്ലാതാവുകയും വിഷമങ്ങളൊക്കെ കുറഞ്ഞ് നമ്മുടെ ടെൻഷൻ കുറഞ്ഞ് മനസ്സിന്റെ ആരോഗ്യം കൂടുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹു നമുക്ക് സംവിധാനിച്ച ഈ പ്രാർത്ഥനയും നിസ്കാരവും അതുപോലെ ദിക്റും എല്ലാം മനസ്സിന്റെ ആരോഗ്യം കൂട്ടാനും നമ്മുടെ ടെൻഷൻ കുറക്കാനും നമ്മെയൊക്കെ ഈ സ്ട്രെസ്ഫുൾ ലൈഫിൽ മനസമാധാനത്തോടെ ജീവിക്കാൻ പര്യാപ്തമാക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് ഇബാദത്തുകളൊക്കെ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ പാരായണം, ഈ പാരായണത്തിലും നമ്മുടെ മനസ്സിന് വല്ലാത്ത ശാന്തിയുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാം, മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടുക. പാട്ട് കേൾക്കുമ്പോൾ മനസ്സ് ശാന്തമാകുമത്രേ. അങ്ങനെ ശാന്തമാകുമ്പോൾ ടെൻഷൻ കുറയും, മനസ്സിന്റെ ആരോഗ്യം കൂടും, ശരീരത്തിന്റെ ആരോഗ്യം കൂടും. ഇന്ന് നമ്മുടെ കേരളക്കരയിലും അതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്തും മ്യൂസിക് തെറാപ്പി വളരെ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആൻ നല്ല ശ്രുതി മധുരമായി ഓതിയ വിശുദ്ധ ഖുർആന്റെ ഒരു കാസറ്റ് അത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, അതും അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് കേൾക്കുമ്പോൾ, ആ ഖിറാഅത്ത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ ശാന്തമാവുകയാണ്. മാത്രമോ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ പാരായണം ചെയ്യുന്നത് എന്താണ്? വിഷമിച്ച് ദുഃഖിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനോട് വിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യ, നീ വിഷമിക്കണ്ട, നീ ദുഃഖിക്കണ്ട.
നിന്റെ പ്രയാസത്തോട്, നിന്റെ ബുദ്ധിമുട്ടിന് ശേഷം നിനക്കിതാ എളുപ്പം വരാനിരിക്കുന്നു. ആരാണ് പറയുന്നത്? ആരുടെ വചനങ്ങളാണ്? സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ ഈ വചനങ്ങൾ നമ്മളങ്ങനെ ഓതുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ ശാന്തമാകും. അതോടൊപ്പം തന്നെ ആ വിശുദ്ധ ഖുർആനിന്റെ ശ്രുതി മധുരമായ വചനങ്ങൾ മനസ്സിന് വല്ലാതെ ശാന്തി നൽകുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞത്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിൽ നാം മുഅ്മിനീങ്ങൾക്ക് ശിഫാഉം റഹ്മത്തും നാം ഇറക്കിയിട്ടുണ്ട്, രോഗശമനവും അനുഗ്രഹവും വിശുദ്ധ ഖുർആനിൽ നാം ഇറക്കിയിട്ടുണ്ട് എന്ന്. അപ്പൊ അവിടെ ഒന്ന്, വിശുദ്ധ ഖുർആനിൽ നമുക്ക് വിശ്വാസം വേണം, നമ്മൾ മുഅ്മിൻ, ഖുർആന്റെ മുഅ്മിനാവണം. രണ്ടാമത്തത്, ഖുർആൻ കൊണ്ടുള്ള ഈ ചികിത്സയിലും നമുക്ക് വിശ്വാസമുണ്ടാവണം. അങ്ങനെ നാം വിശ്വാസത്തോടു കൂടി വിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യുമ്പോൾ ആ വിശുദ്ധ ഖുർആന്റെ വരികൾ നമുക്ക് ശിഫയായിട്ട് മാറുകയാണ്, മനസ്സിന് ശാന്തിയായി മാറുന്നു, ശരീരത്തിന്റെ ഔഷധമായിട്ട് മാറുന്നു. ഇങ്ങനെ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നാം ചെയ്യുന്ന മുഴുവൻ ഇബാദത്തുകളും ഇതെല്ലാം നമ്മുടെ സ്ട്രെസ് കുറക്കാനും ടെൻഷൻ കുറക്കാനും പര്യാപ്തമാണ്. അതേപോലെ തന്നെ ഇന്ന് നമ്മളൊക്കെ ജീവിക്കാൻ മറന്നു പോകുന്നവരാണ്, സന്തോഷം നീട്ടി വെക്കുന്നവരാണ്. ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ കരുതി നമ്മളൊരു ഹൈസ്കൂളിലൊക്കെ എത്തട്ടെ, അപ്പൊ നമുക്ക് നല്ല സന്തോഷത്തോടെ അടിച്ചു പൊളിക്കാം. ഇപ്പൊ ഇവിടെ ചെറിയ ക്ലാസ് അല്ലേ, ഇവിടെ നമുക്ക് അത്ര വലിയൊരു സുഖമൊന്നും തോന്നുന്നില്ല. നമ്മുടെ ജ്യേഷ്ഠത്തിയൊക്കെ പഠിക്കുന്ന വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ഞാൻ നല്ല സന്തോഷമുള്ളവരാവും എന്ന് നമ്മൾ കരുതി നമ്മൾ സന്തോഷം അങ്ങോട്ട് നീട്ടിവെക്കുന്നു. ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കുക ഹൈസ്കൂളിലൊന്നും എവിടെയാണ് സന്തോഷമുള്ളത്, നമുക്ക് കോളേജിലെത്തട്ടെ എന്നിട്ട് വേണം സന്തോഷം. അങ്ങനെ കോളേജിലെത്തുമ്പോൾ നമുക്ക് തോന്നുന്നു കോളേജിലൊന്നും സന്തോഷമില്ല, ഇനി നമ്മളിതൊക്കെ ഒന്ന് കഴിഞ്ഞ് കല്യാണം കഴിച്ചാലേ നമുക്ക് സന്തോഷം ഉണ്ടാവും. കല്യാണം കഴിച്ചാൽ നമ്മൾ വിചാരിക്കും കല്യാണമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കുട്ടികളായാലേ സന്തോഷം ഉണ്ടാവും. കുട്ടികളാവുമ്പോൾ നമ്മൾ കരുതുന്നു ഇനിയിപ്പോൾ കുട്ടികളൊക്കെ പഠിച്ച് നല്ലൊരു സ്ഥാനത്തെത്തിയാലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, ഇപ്പോൾ ഒരു സന്തോഷമില്ല. ഇങ്ങനെ നമ്മൾ സന്തോഷം നീട്ടി അങ്ങനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ കുട്ടികളൊക്കെ നല്ലൊരു സ്ഥാനത്തൊക്കെ എത്തി, ഒരാൾ അമേരിക്കയിലും മറ്റൊരാൾ ഇംഗ്ലണ്ടിലൊക്കെ ആയി നല്ല നല്ല ഉദ്യോഗസ്ഥരൊക്കെയാണ്. എന്നിട്ട് നമ്മളെ പഴയൊരു സുഹൃത്ത് ഇങ്ങനെ അന്വേഷിച്ച് വരികയാണ്, അല്ല ആചാര്യ ഇപ്പൊ നല്ല സുഖമല്ലേ, ഒരാൾ ഇംഗ്ലണ്ടിൽ മറ്റേയാൾ അമേരിക്കയിൽ, ഇപ്പോൾ പരമസുഖാണല്ലോ, നല്ല സന്തോഷമാണല്ലോ എന്ന് പറയുമ്പോഴാണ് ആചാര്യ മറുപടി, സന്തോഷിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയില്ലേ, അപ്പം കാലിന്റെ മുട്ടിന് വേദന, പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ, അനങ്ങാൻ വയ്യ എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ജീവിതത്തിൽ എന്നാണ് സന്തോഷിച്ചിട്ടുള്ളത്? നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ സന്തോഷിക്കാതെ ദുഃഖത്തോടെ നമ്മൾ തള്ളി നീക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ വിശുദ്ധ ഇസ്ലാമും അതുപോലെ മനഃശാസ്ത്രവും നമ്മോട് പറയുന്നത് ബി ഹാപ്പി ഹിയർ ആൻഡ് നൗ എന്ന്, ഡോണ്ട് പോസ്റ്റ്പോൺ യുവർ ഹാപ്പിനെസ്. ഓരോ നിമിഷത്തിലും നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. അതാണ് അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, നാം ഉള്ള ഓരോ അവസ്ഥയിലും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതുണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖനാഅത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഉള്ള ഓരോ സെക്കൻഡിലും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതാണ് വിശുദ്ധ ഇസ്ലാം നൽകുന്ന ഖനാഅത്ത് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഇത് കഴിയുക എന്നതാണ് സന്തോഷകരമായി ജീവിക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിളാണ്. ഇന്ന് നമ്മുടെ യുവതലമുറ മുഴുവനും ഈ ഒരു പ്രിൻസിപ്പിൾ മറന്നുപോയവരാണ്. കാരണം നമ്മളൊക്കെ 100 രൂപ കിട്ടുമ്പോൾ 150 രൂപ കൊണ്ട് ജീവിക്കുന്നവരാണ്. കിട്ടുന്നതിനേക്കാൾ വലിയ പൈസ ലോൺ എടുത്ത് അത് മാസം പലിശ കൊടുത്ത് അവസാനം പലിശ തിരിച്ചടക്കാൻ കഴിയാതെ നമ്മളും കുടുംബവും ഒന്നായി ആത്മഹത്യ ചെയ്യുന്ന ദുഃഖകരമായ അവസ്ഥയിലേക്കാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എന്താണോ ഉള്ളത് ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് മനസമാധാനം കിട്ടാനുള്ള ഏറ്റവും വലിയ വഴി. ഇതാണ് ഇന്ന് സൈക്കോളജി നമ്മെ പഠിപ്പിക്കുന്ന ബി ഹാപ്പി ഹിയർ ആൻഡ് നൗ എന്ന് നമ്മോട് പഠിപ്പിക്കുന്നത് ഇതാണ്. അപ്പൊ അതുകൊണ്ട് എന്താണോ നമുക്കുള്ളത് അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഒരാൾ അദ്ദേഹത്തിന് അല്പസ്വല്പം ജീവിച്ചു പോവാനുള്ള വകയും ഭക്ഷിക്കാനുള്ളതുമുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ സന്തുഷ്ടനാവണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ അദ്ദേഹത്തിന്റെ 2 വരി കവിതകൾ അദ്ദേഹം പറയുന്നു, ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ വഅൻത വമാലികുദ് ദുനിയാ സവാഉ. ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ, നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടോ എങ്കിൽ വഅൻത വമാലികുദ് ദുനിയാ സവാഉ, നീയും ലോകത്തിന്റെ ചക്രവർത്തിയും ഒരുപോലെയാണ്. ലോകത്തിന്റെ ചക്രവർത്തിയേക്കാൾ വലിയ
ഉന്നതമായ അവസ്ഥയിലാണ് നീ ഉള്ളത്. കാരണം നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നിന്റെ മനസ്സ് എപ്പോഴും സന്തോഷഭരിതമായിരിക്കും. പക്ഷേ ലോകത്തിന്റെ ചക്രവർത്തി ഒരു പക്ഷേ നിന്റെ അത്ര സമാധാനം അദ്ദേഹം അനുഭവിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് നാം തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ, ഒരു മാനസികാവസ്ഥ നാം ഉണ്ടാക്കുകയും എല്ലാം അള്ളാഹുവിലേക്ക് ഈ ഉന്നതമായ സങ്കല്പങ്ങളൊക്കെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ഇതൊക്കെ പഴഞ്ചനാണ് എന്ന രീതിയിൽ നമ്മൾ പരിഗണിച്ചപ്പോൾ ഈ വലിയ വലിയ കാര്യങ്ങളിൽ നിന്നൊക്കെ നാം അകലുകയും മനസ്സ് സംഘർഷപൂരിതമായി നമ്മുടെ ജീവിതം നരകതുല്യമായി മുന്നോട്ട് നീങ്ങേണ്ട ദുരവസ്ഥയിലാണ് ഇന്ന് നമ്മൾ എത്തിപ്പെട്ടത്. അതുകൊണ്ട് ഈ അവസാന നിമിഷം എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ ഓർമ്മിപ്പിച്ച ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി വിശുദ്ധ ദീനിലേക്ക് നാം പ്രവേശിക്കുകയും ആ പുണ്യ റസൂലിന്റെ ഉന്നതമായ ചിന്തകളും ഉന്നതമായ ദർശനങ്ങളും ഉന്നതമായ തത്വങ്ങളും ജീവിതത്തിന്റെ ഭാഗമായി നാം സ്വാംശീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രയാസകരമായ ലോകത്ത് സന്തോഷകരമായി ജീവിക്കാനും മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാനും സാധിക്കും. അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിനീതന് വേണ്ടി ദുആ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ സംശയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് അത് സംവദിക്കാം. ഒരു 10 മിനിറ്റ് സമയം അതിനു വേണ്ടി ചെലവഴിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ ഡോക്ടർ അബ്ദുൽ ലത്തീഫ്. വളരെ സന്തോഷമുണ്ട് അങ്ങനെ നമ്മുടെ റൂമിൽ വരികയും ഇങ്ങനെ നല്ലൊരു ക്ലാസ്, വളരെ വ്യത്യസ്തമാർന്ന എന്നാൽ ഒരുപാട് അറിവുകൾ നേടാൻ കഴിയുന്ന വളരെ നല്ലൊരു ക്ലാസ് സംഘടിപ്പിച്ചു തന്നതിൽ വളരെ അങ്ങേയറ്റത്തെ നന്ദി രേഖപ്പെടുന്നു എന്റെ പേരിലും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിലും. അതോടൊപ്പം തന്നെ ഡോക്ടർ സാഹിബിന്റെ ഈ ക്ലാസ് സ്ഥിരമായിട്ടുണ്ടാകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതും ഞങ്ങൾ. അതോടൊപ്പം തന്നെ നേരത്തെ ഡോക്ടർ സാഹിബ് ഒരു കാര്യം പറഞ്ഞിരുന്നു, മനസ്സിന് സമാധാനം കിട്ടുന്നില്ല, ഒരുപാട് നാളുകളായി നിസ്കരിക്കുന്നു, എന്നിട്ട് രവിശങ്കറിന്റെ അടുത്ത് പോയിട്ട് സമാധാനം കിട്ടി എന്നൊരാൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മളിൽ പലരും ഭൂരിഭാഗം ആളുകൾക്കും നിസ്കാരത്തിൽ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥ തഖ്വയും ആ നേരത്തെ ഡോക്ടർ സാഹിബ് ടെക്സ്റ്റ് അടിച്ചതുപോലെ നിസ്കാരം ഒരു മെഹ്റാജാണ് അള്ളാഹുവിലേക്കുള്ളതെന്ന് പറഞ്ഞതുപോലെ അത് നമ്മൾക്കതിൽ ഏകാഗ്രത കിട്ടാൻ, അതിൽ പൂർണ്ണമായ ആ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു പൊടിക്കൈ ഡോക്ടർ ആകുമ്പോ 2 ഭാഗവും പഠിച്ച ആളാകുമ്പോ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഫോർമുല ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഒരു ചെറിയ ചോദ്യമാണ് മൈക്ക് റിലീസ് ചെയ്യുന്നത് ഡോക്ടർ സാഹിബിന് വേണ്ടി. സത്യത്തിൽ ഈ ചോദ്യത്തിനൊരു പണ്ഡിതനാണ് മറുപടി പറയേണ്ടത്. പക്ഷെ എന്നാലും അദ്ദേഹം ചോദിച്ച സ്ഥിതിക്ക് നമ്മുടെ ഇബാദത്തുകളൊക്കെ പ്രത്യേകിച്ച് നിസ്കാരത്തിൽ ഖുശൂഅ് കിട്ടാൻ വേണ്ടി ആത്മീയ പണ്ഡിതന്മാർ ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. അതിലൊന്നാമതായി നാം നിസ്കരിക്കുന്ന സമയത്ത് അതായത് ജീവിതത്തിൽ അവസാനമായിരിക്കുക പ്രായിലുകൊണ്ട് നമ്മോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് ശാന്തം എന്ന് നമ്മോട് പറഞ്ഞ ശേഷം നമ്മൾ നിസ്കരിക്കാൻ നിന്നാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ദുന്യാവിന്റെ എന്തെങ്കിലും ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമോ? ഒന്നും വരൂല. ആകെ കൂടി ഉണ്ടാവുക അള്ളാഹു മാറമായി. അതെ, ആത്മീയ പണ്ഡിതന്മാര് നമ്മോട് പറയുന്നത് നിസ്കരിക്കാൻ നിൽക്കുന്ന ആ സമയത്ത് ഇത് എന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ചിന്ത നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം നാം മരണത്തെപ്പറ്റി ചിന്തിക്കുകയും അതോടൊപ്പം മഹ്ശറിനെ പറ്റി ചിന്തിക്കുകയും ഇങ്ങനെ മരണവും മരണാനന്തര ജീവിതവും ആ സമയത്ത് നാം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ ഇബാദത്തുകളിൽ വല്ലാത്ത ഖുശൂ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ആത്മീയ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു നമ്മുടെ ഇബാദത്തുകളൊക്കെ നമ്മുടെ ഖുശൂഅൊക്കെ നഷ്ടപ്പെടാനുള്ളൊരു കാരണം നമ്മുടെ ചിന്തകൾ മറ്റു വഴിക്ക് പോകുന്നത് കൊണ്ടാണ്. സാധാരണ കച്ചവടക്കാരെ പറ്റിയൊക്കെ പറയാറുണ്ട്, അവർ കൈയെട്ടി കഴിഞ്ഞാലാണ് കടം കൊടുത്ത് മുഴുവൻ ഓർമ്മ വരാന്ന്. അപ്പൊ നമ്മുടെ ശ്രദ്ധ വീണ്ടും കച്ചവടത്തിലേക്കാണ് അവിടെയും പോകുന്നത്. അത് ഇബ്ലീസ് നമ്മളെങ്ങനെയൊക്കെ വഴിതെറ്റിക്കാൻ പറ്റുമോ അത്രയും അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി
നാം നിൽക്കുമ്പോൾ, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഈ പ്രവിശാലമായ ലോകത്തെപ്പറ്റി നമ്മുടെ മനസ്സിലാലോചിക്കുക. ആകാശങ്ങളും ഭൂമികളും മനുഷ്യനും മൃഗങ്ങളും ഒക്കെ നിറഞ്ഞ പ്രവിശാലമായ ലോകം. ഇതൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മുമ്പിലല്ലേ നമ്മൾ നിൽക്കുന്നത്. നമ്മളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്ത് ഭക്തിയോടുകൂടി ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ട് ദുന്യാവിന്റെ ഒന്നിനും കൊള്ളരുതാത്തൊരു പോലീസിന്റെ മുമ്പിൽ പോകുമ്പോൾ നമുക്കൊരു പേടിയോ പ്രയാസമോ ഇല്ല. അതേസമയം നാം ഈ ലോകം മുഴുവനും സൃഷ്ടിയുന്ന വജ്ജഹത്തു വജ്ഹിയലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള്, ആകാശം ഭൂമികളൊക്കെ സൃഷ്ടിച്ച റബ്ബേ, നിന്റെ മുമ്പിൽ ഇതാ ഞാൻ എന്റെ മുഖം തിരിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നിസ്കാരവും മറ്റാരാധനകളും എന്റെ ജീവിതവും മരണവും ഒക്കെ നിനക്കാണ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ അർത്ഥം നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, എന്റെ ജീവിതം നിനക്കാണ് എന്ന് പറയുന്ന സമയത്ത് പോലും നാം സത്യത്തിൽ കളവാണ് പറയുന്നത്. കാരണം ആ സമയത്ത് പോലും നമ്മുടെ ശ്രദ്ധ മറ്റു വഴിയിലേക്ക് തെന്നിപ്പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഖുശൂഅ് കൂട്ടാൻ ആത്മീയ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഈ വഴികൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഡോക്ടർ മൈക്ക് റിലീസ് ചെയ്ത് തന്നെയല്ലേ ഈ ദേവ നിലയിൽ എസ് അടിച്ച ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ. ഓക്കെ, അൽഹംദുലില്ലാ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഈ ക്ലാസ് വളരെ അനുയോജ്യമായ ഒരു ക്ലാസ് ആണെന്ന് ഒരു അഭിപ്രായം, എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. ഞങ്ങൾ വളരെ ആഗ്രഹിച്ച ഒരു ക്ലാസ് ആണ്. ഏതാ അൽഹംദുലില്ലാ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ചോദ്യം, ഈ ടെൻഷൻ എന്ന അസുഖത്തിന് മെഡിസിൻ എന്താണ് കൊടുക്കുന്നത് എന്നാണ്. അത് ഏത് രീതിയിലാണ്? ഒരു മനുഷ്യനെ അപ്പൊ ടെൻഷൻ ബാധിച്ച ഒരാളെ മെഡിസിൻ കൊടുത്തുകൊണ്ട് അയാളെ തളർത്തുകയാണോ? അപ്പം മാനസിക വിഭ്രാന്തിയൊക്കെ പിടിപെട്ട ആൾക്കാരെ ഒരു മാനസികമായ അവർക്ക് ചികിത്സ കൊടുക്കുന്ന ഒരു തളർത്തുന്ന രീതിയിലാണല്ലോ. അതേ രീതിയിലുള്ള ഒരു ചികിത്സയാണോ ഈ ടെൻഷൻ എന്ന രോഗത്തിന് ഈ മെഡിസിൻ ഉള്ളത് എന്ന്? രണ്ടാമതൊരു ചോദ്യം, ഞാൻ വേറൊരു വ്യക്തിയായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാളുടെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, അയാൾ നമ്മളെ പരിപാടികളൊക്കെ ഇങ്ങനെ കേൾക്കും, പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് ഇപ്പം മരിച്ചാൽ ഖബറിൽ എന്താവുന്നുള്ളൊരു അവസ്ഥ വളരെയധികം അയാളെ പിടിപെട്ടിട്ട് അയാളൊരു മാനസിക വിഭ്രാന്തിയിൽ നടക്കുന്ന ഒരവസ്ഥ ഉള്ള ഒരാളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് ഡോക്ടറുടെ അഭിപ്രായ പ്രകാരമുള്ളൊരു മറുപടി എന്താണെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തിന്റെ ചോദ്യം കേട്ടു. ഇതിൽ ടെൻഷന്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഉള്ള ടെൻഷൻ ആണെങ്കിൽ നമുക്ക് കൗൺസിലിങ്ങിലൂടെയാണ് അതിന്റെ ചികിത്സ. അതേസമയം നമുക്ക് ചെറിയ രീതിയിലുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ട് എന്ന് അറിയുന്ന പല ആളുകളും വന്നിട്ട് എനിക്ക് ചില പ്രയാസങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകൾ ചെറിയ രീതിയിലുള്ള ടെൻഷനാണ്. അതേസമയം അതിന്റെ ആ ലിമിറ്റ് വിട്ട് എനിക്കല്ല കുഴപ്പം, കൊണ്ടുവന്ന ആൾക്കാണ് കുഴപ്പം എന്ന് പറയുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ നമുക്ക് കൗൺസിലിംഗ് യേശുമില്ല. അവിടെ പിന്നെ മരുന്ന് തന്നെ വേണം. ചില മരുന്നുകളൊക്കെ മുമ്പൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന മരുന്നുകൾക്ക് അല്പം സെഡേഷൻ, ക്ഷീണമൊക്കെ ഉണ്ടാകും. പക്ഷെ ഇന്നത്തെ കുറെ മരുന്നുകളൊക്കെ അത്ര ക്ഷീണമില്ലാത്ത മരുന്നുകളൊക്കെ ലഭ്യമാണ്. പിന്നെ രണ്ടാമത് അദ്ദേഹം ചോദിച്ചത് മരണത്തെ പറ്റിയുള്ള ടെൻഷൻ. അത് നമുക്ക് സൈക്കോളജിക്കലായിട്ടുള്ള സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ചികിത്സയിൽ മരുന്നില്ലാതെ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷെ ചെറിയ രീതിയിലൊക്കെ മരണത്തെ പറ്റിയുള്ള ചിന്തയും പേടിയും നമുക്ക് ആവശ്യമാണ്. പക്ഷെ അത് ചിലപ്പോൾ ഒരു രോഗാവസ്ഥയിലേക്ക് നീങ്ങുകയും നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ കഴിയാതെ ഞാനിപ്പോൾ മരിച്ചു പോകും എന്ന തോന്നൽ വന്നിട്ട് ജോലിയൊക്കെ ഉപേക്ഷിച്ച് വന്ന ഒരുപാട് ആളുകൾ ഞാൻ ചികിത്സക്ക് വേണ്ടി എടുത്ത് വരാറുണ്ട്. അപ്പൊ ഇത്തരം ആളുകളെ നമുക്ക് ഇത്തരം സൈക്കോതെറാപ്പിയിലൂടെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാനും സാധിക്കുന്നതാണ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വബറകാതുഹു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, കാരണം ഇപ്പോൾ ഉസ്താദ് ഡോക്ടറാണല്ലോ, അപ്പൊ ഇതിപ്പോ നിങ്ങൾ പറഞ്ഞത് ആത്മ ചികിത്സയാണ് അല്ലെ? മറ്റുള്ള ശാരീരികമായിട്ടുള്ള അസുഖത്തിന്, കാരണം ഇപ്പോൾ ഒരാൾക്ക് ഒരു കൊളസ്ട്രോൾ വന്നു, അതല്ലെങ്കിൽ ഒരു ഷുഗർ വന്നു, ഇതിന് ഇസ്ലാമിക, അതായത് ഖുർആൻ കൊണ്ടുള്ള ചികിത്സ മറ്റുള്ള മരുന്നുകളല്ല മറ്റുള്ള ആത്മീയമായി എന്തെങ്കിലും ചികിത്സ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഖുർആനിലും സുന്നത്തിലും എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് അത് ചികിത്സിക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദ്യം കേട്ടു.
ഇതിൽ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നമുക്ക് കൊളസ്ട്രോളോ മറ്റോ ഷുഗറോ ഒക്കെ ഉണ്ടെങ്കിൽ ആത്മീയ ചികിത്സ അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ ഇസ്ലാമികമായ ചികിത്സയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചില കാര്യങ്ങൾക്കൊക്കെ ചികിത്സകൾ റസൂലുള്ളാഹി നിർദ്ദേശിക്കുകയും ചിലതൊക്കെ ചികിത്സിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ രോഗത്തിനും ചികിത്സ വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ അങ്ങനെ നിർണയിച്ചിട്ടില്ല. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ അൻസല ദാഅ വദ്ദവാഅ വജഅല ലികുല്ലി ദാഇൻ ദവാഅ ഫതദാവു വലാ തതദാവു ബിൽ ഹറാം. അല്ലാഹു രോഗത്തെ ഇറക്കിയതും അതിനുള്ള മരുന്ന് ഇറക്കിയതും അല്ലാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണം, ഹറാം കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. അപ്പോൾ ലോകത്തുള്ള മുഴുവൻ അസുഖങ്ങൾക്കും മരുന്ന് ഇറക്കിയിട്ടുണ്ട് എന്നാണ് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. 2 അസുഖങ്ങൾ ഒഴികെ. ഒന്ന് റസൂൽ പറഞ്ഞു വാർദ്ധക്യമാണ്, അൽ ഹറം. രണ്ടാമത്തെ വൽ മൗത്ത്, മരണം. ഈ 2 എണ്ണം അല്ലാത്ത മുഴുവൻ രോഗങ്ങൾക്കും മരുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, അതിന്റെ മരുന്ന് കണ്ടെത്തിയവൻ കണ്ടെത്തി എന്ന് റസൂൽ പറയുകയും ചെയ്തു. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്, നമുക്ക് ഒരു ഭാഗത്ത് റസൂൽ പഠിപ്പിച്ച തിബുൻ നബി എന്ന് പറയുന്ന കുറെ മേഖലകളുണ്ട്. അത് നമുക്കറിയുന്നത് നമുക്ക് ഉപയോഗപ്പെടുന്നത്. അതോടൊപ്പം വൈദ്യശാസ്ത്ര രംഗത്ത് ഗവേഷണങ്ങൾ നടത്തുകയും ആ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന വിജ്ഞാനം ഉപയോഗപ്പെടുത്തി ചികിത്സിക്കണമെന്ന് തന്നെയാണ് റസൂലുള്ള ലോകത്തുള്ള മുഴുവൻ അസുഖങ്ങൾക്കും മരുന്നുണ്ടെന്നും അത് കണ്ടെത്തണമെന്നും കണ്ടെത്തിയവർക്ക് അത് കിട്ടിയെന്നും ഒക്കെ പറഞ്ഞ റസൂലിന്റെ ഈ വിശുദ്ധ വചനങ്ങൾ സൂചിപ്പിക്കുന്നത് നാം വൈദ്യശാസ്ത്രപരമായ ഗവേഷണങ്ങൾ നടത്തി കണ്ടെത്തിയതിൽ നിന്ന് ചികിത്സിക്കണമെന്ന് തന്നെയാണ്. ഒരു ഭാഗത്ത് ആ ചികിത്സാ രീതികൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തരം സ്ട്രെസ്സും ടെൻഷനും ഒക്കെ പ്രമേഹം ഉണ്ടാക്കാനും കൊളസ്ട്രോൾ കൂട്ടാനും ഒക്കെ കാരണമാണ്. അപ്പൊ അത് ചികിത്സിക്കാൻ നമുക്ക് വൈദ്യശാസ്ത്രത്തെക്കാൾ ഏറ്റവും പറ്റുന്നത് നമ്മുടെ ആത്മീയ മതകീയ ചികിത്സയാണ്. ഒരു ഭാഗത്ത് മരുന്നിന്റെ ഉപയോഗവും മറുഭാഗത്ത് നമുക്ക് ഇത്തരം ചികിത്സയും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ വളരെ പെട്ടെന്ന് മാറ്റാവുന്നതാണ്. അസ്സലാമു അലൈക്കും. എനിക്ക് അറിയാനുള്ളത്, ഈ കൊളസ്ട്രോളിനകം നമ്മൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ മരുന്ന് എഴുതിയ കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിച്ചാൽ അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും അത് കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് അറിയാനായിരുന്നു. മരുന്ന് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടി. അസ്സലാമു അലൈക്കും. ഈ ചോദ്യത്തോടു കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ അവസാനിപ്പിക്കാം. അദ്ദേഹം ചോദിച്ചത് കൊളസ്ട്രോളിന്റെ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെയും കൊളസ്ട്രോൾ വരുമോ? ചില അസുഖങ്ങളുണ്ട്, ഷുഗർ, കൊളസ്ട്രോള്, അതുപോലെ പ്രഷർ. ഇതൊക്കെ വളരെ കാലം ചികിത്സിക്കേണ്ട അസുഖങ്ങളാണ്. പ്രത്യേകിച്ച് കൊളസ്ട്രോളൊക്കെ നമുക്ക് വരുന്ന നമ്മുടെ ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഒരാൾ ഗുളിക കഴിക്കുന്നു, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അങ്ങനെ മരുന്നങ്ങ് നിർത്തി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കൽ നിർത്താത്തതുകൊണ്ട് അല്ലെങ്കിൽ കുറക്കാത്തതുകൊണ്ട് കൊളസ്ട്രോൾ പിന്നെയും കൂടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഭക്ഷണത്തിലെ ക്രമീകരണങ്ങളാണ്. കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, നെയ്യുള്ള ഭക്ഷണങ്ങളൊക്കെ കുറക്കണം. അങ്ങനെ കുറച്ച് നമ്മൾ ഗുളിക ഏകദേശമൊക്കെ കഴിച്ച് കൺട്രോൾഡ് ആയാൽ, ഈ രീതിയിൽ ഭക്ഷണമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ പിന്നെ കൊളസ്ട്രോൾ ഉണ്ടാവില്ല. അതേസമയം ഭക്ഷണത്തിൽ യാതൊരു കൺട്രോളും ഇല്ല, അത് പഴയപടി തന്നെയാണ്, ഗുളിക കൊണ്ട് മാത്രം കുറഞ്ഞതാണെങ്കിൽ ഗുളിക നിർത്തി കഴിഞ്ഞാൽ പിന്നെയും വരും. അപ്പൊ അതിൽ ഭക്ഷണ നിയന്ത്രണമാണ് നമുക്ക് ആവശ്യം. ഇതോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റെപ്പോഴെങ്കിലും ഇനിയും നമുക്ക് പരസ്പരം സംവദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. മൈക്ക് ഞാൻ കൈമാറും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.